നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയ ആ ലൈവാണ് കാപ്പന് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥ. എന്താ വെച്ചാൽ കാപ്പൻ ആ സമയത്ത് കിടക്കുന്നത് ഈ 45 ദിവസം ഒരു സ്കൂളിൻ്റെ ഉള്ളിലെ ഒന്നും കുളിയില്ല, കുളിച്ചിട്ടില്ല, ഒന്നുമില്ല, ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇതിൽ അങ്ങനെ കുടുക്കി കുറേ ആളുകളെ അതിലടക്കി വെച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ ഇതൊന്നും പറഞ്ഞിട്ടാണ് അവരെ വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഉള്ളിൽ നമ്മളെ വിൽസാർ പിന്നെ പോവാണ് കോടതിയുടെ അനുമതിയോടെ അദ്ദേഹത്തിന് കാണാനുള്ള ഒരു പെർമിഷൻ. പക്ഷെ കണ്ടിട്ടൊന്നുമില്ല. പുറത്ത് നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള മട്ടിൽ നിൽക്കുന്ന സമയത്ത് കാപ്പൻ്റെ ഫോട്ടോ ആണ് നമ്മളെ വക്കീൽ ആ ഇത് വെച്ചിട്ട് ഇതാണ് ആള്, ഒരു മിന്നായം പോലെ കാപ്പനെ കണ്ടു എന്നതാണ് എന്നോട് പറഞ്ഞത്. ഞാനൊരു മിന്നായം പോലെ കാപ്പനെ കണ്ടു എന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തും കാപ്പന് ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ദൈവമായിട്ട് ഓരോ മാലാഖമാരെ കാപ്പൻ്റെ വിഷയത്തിൽ, കാപ്പൻ്റെ കേസിൽ ഓരോ മാലാഖമാരെ ഇറക്കിയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു മാലാഖയാണ് ആ പോലീസ്. ആ പോലീസ് ആ സമയത്ത് കാപ്പനെ വിളിച്ചിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന്. ഇതാ നിൻ്റെ ഭാര്യയും കുട്ടികളുമാണല്ലോ ഇത്, രാഹുൽ ഗാന്ധിനെ കാണുന്നുണ്ട് എന്നുള്ള ഹിന്ദി പറഞ്ഞു കൊടുക്കുക. അത് കണ്ടപ്പോഴാണ് കാപ്പന് ഒരാശ്വാസമായത്. കാരണം അതുവരെ കാപ്പ മനസ്സിലാക്കുന്നില്ല എനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, എന്താണ് പുറം ലോകത്ത് സംഭവിക്കുന്നത്. കാപ്പന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ അറിയുന്നുണ്ടോ, കുടുംബങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, അറസ്റ്റ് നടന്നെന്ന് അറിഞ്ഞിട്ടുണ്ടോ, ഞാൻ എവിടെയാണെന്നുള്ളത് അറിയുമോ, ഇതൊന്നും കാപ്പനറിയില്ല. അതോടെ കാപ്പന് സമാധാനമായി. അതല്ല ഇത് അവൾ പുറത്ത് ഉണ്ട്, ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്, പുറം ലോകം അറിഞ്ഞിട്ടുണ്ട് എനിക്കെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാപ്പന് വലിയൊരു ആശ്വാസമായിരുന്നു.